Hi friends, welcome to Sinuoos Kitchen. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി ബീഫ് റെസിപ്പിയാണ്. കണ്ണൂർ സ്പെഷ്യൽ ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ ഇത്. ബീഫ് കക്കം എന്നാണ് ഇതിന്റെ പേര്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ ചെയ്യാം. അതുപോലെ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം. അതിനു മുൻപായിട്ട് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഓൾ എന്ന് പ്രസ് ചെയ്യണേ. എങ്കിൽ മാത്രമേ പുതിയ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ഒരു ബീഫ് കക്കം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 1 കിലോ അളവിലുള്ള ബീഫ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കഴുകി നന്നായിട്ട് വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഞാൻ സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പം 2 വലിയ സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് തക്കാളിയാണ്. ഒരു വലിയ തക്കാളിയും എടുത്തിട്ടുണ്ട്. തക്കാളി ഒന്നും ഒത്തിരി അങ്ങ് കൂടിപ്പോവരുത്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് മുളക് പൊടിയാണ്. ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പം സാധാരണ മുളക് പൊടി തന്നെയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടിയും 1.5 ടേബിൾ സ്പൂൺ അളവിൽ തന്നെയാണ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിനകത്തേക്ക് ചേർക്കുന്നത് 1 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ആണ്. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇതിന്റെ കൂട്ടത്തിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ കൈ വെച്ചിട്ട് നല്ലതുപോലെ തിരുമ്മി പിടിപ്പിച്ചെടുക്കണം. നന്നായിട്ട് പ്രസ് ചെയ്ത് തന്നെ ഒന്ന് കുഴച്ചിട്ടെടുക്കുക. അപ്പോൾ സവാളയും അതുപോലെ തക്കാളിയും എല്ലാം ഒന്ന് ഞെരടി തന്നെ മിക്സ് ചെയ്തെടുക്കുക. ബീഫിനകത്തേക്കൊക്കെ മസാലയൊക്കെ നല്ലതുപോലെ പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഞാൻ എല്ലാം കൂടെ നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് 1 മണിക്കൂർ സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അതിനുശേഷമാണ് നമ്മളിത് കുക്കറിനകത്തേക്ക് ഇട്ടിട്ട് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഞാൻ എല്ലാം കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനകത്ത് വെള്ളമൊന്നും ചേർക്കുന്നില്ല. ബീഫിൽ നിന്നൊക്കെ അത്യാവശ്യം നന്നായിട്ട് വെള്ളം ഇറങ്ങിക്കോളും. അപ്പോൾ ഞാനിവിടെ ഒരു 5 വിസിൽ വരുന്നത് വരെയാണ് ഇത് വേവിക്കുന്നത്. അപ്പോൾ അത് 5 വിസിൽ വന്നതിന് ശേഷം അതിലുള്ള എയറൊക്കെ പോയിട്ട് ഞാനിവിടെ കുക്കർ തുറന്നെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബീഫൊക്കെ അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട്. കണ്ടില്ല, നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാതെ തന്നെ ഇതിന് അത്യാവശ്യം വെള്ളമായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിനകത്തേക്ക് നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് വേറെ ഓയിൽ ചേർക്കുന്നില്ല, ഫുള്ള് നെയ്യിലാണ് ഇനി ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു 2 ടീസ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന ബീഫ് ഉണ്ടല്ലോ അതിലുള്ള വെള്ളത്തോട് കൂടെ തന്നെ ഇതിനകത്തേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ മുഴുവനായിട്ടും ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് ഞാനൊരല്പം കറിവേപ്പിലൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലുള്ള വെള്ളം ഒന്ന് വറ്റി കിട്ടണം. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ബീഫിനകത്തുള്ള വെള്ളമൊക്കെ അത്യാവശ്യം ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഞാൻ ഇതിനകത്തേക്ക് 1 ടീസ്പൂണും കൂടെ നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുകയാണ്. അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് ഡ്രൈ ആയിട്ട് വരാനുണ്ട്. അപ്പോൾ നമ്മൾ നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് സമയം കൂടെ ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ നെയ്യിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 1.5 ടീസ്പൂൺ അളവിലും കൂടെ നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ നെയ്യിനകത്ത് കിടന്നിട്ട് ഒന്നുകൂടെ ഒന്ന് ഡ്രൈ ആയിട്ട് വരട്ടെ. അപ്പോൾ നല്ല ടേസ്റ്റും ഉണ്ടാവും കഴിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ വീണ്ടും നെയ്യ് ചേർത്തിട്ട് നമ്മുടെ ബീഫ് ഒന്നുകൂടെ ഒന്ന് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ അതിനകത്തേക്ക് അവസാനമായിട്ട് കുറച്ച് ഗരം മസാലയും അതുപോലെ ഒരല്പം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ചേർന്ന് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിനകത്തേക്ക് ഒരല്പം മല്ലിയില കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നിർബന്ധമൊന്നുമില്ല, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ബീഫ് കക്കം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പം നല്ല ചൂടാണ്. ചൂടാറി കഴിയുമ്പോഴത്തേക്കും ഇത് കുറച്ചുകൂടെ ഒന്ന് ഡാർക്ക് കളറായിട്ട് വരും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഒരു ബീഫ് കക്കം എല്ലാവരും വീട്ടിൽ തയ്യാറാക്കി നോക്കുക. തയ്യാറാക്കാൻ വളരെ എളുപ്പമാണ്, കണ്ടല്ലോ അല്ലേ? അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോയും റെസിപ്പിയും ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ മറ്റൊരു അടിപൊളി റെസിപ്പിയുമായി കാണുന്നതുവരേക്കും ബൈ.